ഇംഗ്ലീഷ് ചർച്ചാവേദിയുടെ 25ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്. അത് നമ്മൾ പരസ്പരം അല്ലെങ്കിൽ നമ്മൾ അത് സ്വന്തമായിട്ടൊന്ന് എഴുതി നോക്കിയാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. സിമ്പിൾ പ്രസന്റ് എന്ന് പറയുമ്പോൾ ഏത് കാലത്തെയും ദിവസേന അല്ലെങ്കിൽ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ നിത്യേന ഹാബിച്വൽ ആക്ഷൻസ് ആണ് അതിനകത്ത് വരിക. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം. ദ ക്രോ ഈസ് ക്രോയിങ് ഔട്ട്സൈഡ്. പുറത്ത് കാക്ക കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ദ ക്രോ ഈസ് ക്രോയിങ്, അതായത് ബിയുടെ ഫോം പ്ലസ് വെർബ് പ്ലസ് ING. അതേ സമയത്ത് ഹാബിച്വൽ ആക്ഷൻസ് ആണെങ്കിൽ നിത്യേന നടക്കുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് സാധാരണയായിട്ട് നടക്കുന്നതോ നടക്കാത്തതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ഡു അല്ലെങ്കിൽ ഡസ് ഫോം, ഈസ്, ആം, ആർ, അല്ലേ, ഹാവ്, ഹാവ്, ഇത് മാത്രമാണ് വെർബായിട്ട് യൂസ് ചെയ്യുന്നത്. ഡു അല്ലെങ്കിൽ ഡസ് ഫോം വെർബിന്റെ. ദ സൺ റൈസ് അല്ല, ദ സൺ റൈസസ്, കാരണം സൺ സിംഗുലർ ആയതുകൊണ്ട് ഡസ് ഫോം വേണം. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. പെർഫെക്റ്റ് ടെൻസുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർമ്മ വേണം. അതായത് പാസ്റ്റ്, പ്രസന്റ്, രണ്ട് ടെൻസുകൾ അതിനകത്ത് വരുന്നു. രണ്ട് ടെൻസുകൾ അല്ലെങ്കിൽ രണ്ട് വെള്ളത്തിൽ കാല് വെക്കുന്ന ഒരു മനുഷ്യനാണ് പെർഫെക്റ്റ് ടെൻസുകൾ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ. ഒന്നുകിൽ പാസ്റ്റ് അല്ലെങ്കിൽ അതിലും മുമ്പുള്ള പാസ്റ്റ്, പാസ്റ്റും പാസ്റ്റിന്റെ മുമ്പിലുള്ള പാസ്റ്റും, അങ്ങനെ രണ്ട് ടെൻസ്. അല്ലെങ്കിലോ പ്രസന്റ്, പാസ്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് പെർഫെക്റ്റ് എന്നുള്ള പേരാവുമ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള കാലത്ത് കൂടി അതിനൊരു എഫക്റ്റ് ഉണ്ടെന്ന് അർത്ഥം. അതായത് ആക്ഷൻ നടന്നത് തൊട്ട് മുമ്പിലുള്ള കാലത്തായിരിക്കും. പാസ്റ്റിലുള്ള ആക്ഷൻ പറയുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ആക്ഷൻ പറഞ്ഞിരിക്കുന്നത് പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിൽ അതിന്റെ അർത്ഥം ആ പാസ്റ്റിന് മുമ്പത്തെ ഒരു പാസ്റ്റിലായിരിക്കും ആക്ഷൻ നടന്നിരിക്കുക. പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിലോ പ്രസന്റിൽ പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ ആക്ഷൻ നടന്നത് പാസ്റ്റിലായിരിക്കും. ഫ്യൂച്ചർ പെർഫെക്റ്റ് ആകുമ്പോഴോ നമുക്കറിയാലോ, ഫ്യൂച്ചറിൽ നടക്കുന്ന ആക്ഷൻ പ്രസന്റുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതായത് തൊട്ടു മുമ്പിലത്തെ ടെൻസുമായിട്ട് അതിനൊരു ബന്ധമുണ്ടാവും. എല്ലാ പെർഫെക്റ്റ് ടെൻസുകളും അങ്ങനെയാണ്. അതൊന്നും മെമ്മറിയിൽ വെച്ചാൽ മാത്രം മതി. ഒരു പെർഫെക്റ്റ് ടെൻസ്, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ പാസ്റ്റിൽ ആക്ഷൻ നടന്നു, പ്രസന്റിൽ അതിന്റെ എഫക്റ്റ് ഉണ്ട്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിനും മുമ്പുള്ള ഒരു ടെൻസ്, പാസ്റ്റിന്റെ പാസ്റ്റിൽ ആക്ഷൻ നടന്നതായിരിക്കും, പാസ്റ്റിൽ തീർന്നു. അപ്പൊ എവിടുന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നു, ഒരിടത്ത് തുടങ്ങുന്നു ഒരിടത്ത് അവസാനിക്കുന്നു. ഈ ഒരു ഇൻഡിക്കേഷൻ ആണ് പെർഫെക്റ്റ് ടെൻസിൽ നമ്മൾ സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. അതായത് പാസ്റ്റിൽ നടന്ന ആക്ഷൻ അതിന്റെ എഫക്റ്റ് ഇപ്പോഴും ഉണ്ട് എങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ്. ഒരു എക്സാമ്പിൾ പറയാം. മൈ മമ്മി ഹാസ് ഗോൺ ടു മാർക്കറ്റ്. എൻ്റെ അമ്മ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. മാർക്കറ്റിൽ എപ്പോഴാണ് പോയത്? പാസ്റ്റിൽ പോയി. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താ? ഇപ്പോഴും അവിടെ നിന്ന് തിരിച്ച് വന്നിട്ടില്ല. അത് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു, പ്രസന്റിൽ കണ്ടിന്യൂ ചെയ്യുന്നു. ആക്ഷൻ കണ്ടക്ട് ചെയ്തത് അല്ലെങ്കിൽ ആക്ഷൻ നടന്നത് പാസ്റ്റിലാണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷന്റെ കണ്ടിന്യൂറ്റി ഇപ്പോഴും അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ്. എത്രയേ ഉള്ളൂ പ്രസന്റ് പെർഫെക്റ്റ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഹാസ് അല്ലെങ്കിൽ ഹാവ്. സിംഗുലർ ആണ് ഹാസ്, പ്ലൂറൽ ഹാവ് എന്നറിയാം. അപ്പൊ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഹാസ് ഉപയോഗിക്കുക, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് എന്ന് ഉപയോഗിക്കുക. പ്ലസ് V3 നമ്മൾ ആദ്യമേ പഠിച്ചതാണ്. V1, V2, V3 ഫോം നേരത്തെ നമ്മൾ നോക്കിയതാണ്. ആ V3 ഫോമിന്റെ ഒരാവശ്യം പെർഫെക്റ്റ് ടെൻസുകളിലാണ്. പിന്നെ രണ്ടാമത്തെ യൂസേജ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓർമ്മ ഉണ്ടല്ലോ, പാസീവ് വോയിസിലാണ് ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് ഇനി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാൻ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ അതിലൊന്ന് പെർഫെക്റ്റ് ടെൻസുകളിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ആയാലും പാസ്റ്റ് പെർഫെക്റ്റ് ആയാലും ഫ്യൂച്ചർ പെർഫെക്റ്റ് ആയാലും നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അതായത് പാസ്റ്റിൽ നടന്ന ഒരു ആക്ഷൻ, അമ്മ മാർക്കറ്റിൽ പോയത് നേരത്തെയാണ്, പക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും മൈ മദർ അല്ലെങ്കിൽ മമ്മി ഹാസ് ഗോൺ ടു മാർക്കറ്റ്. എൻ്റെ അമ്മ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. പോയിട്ടുണ്ട് നേരത്തെ, പാസ്റ്റിൽ പോയി, ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ പാസ്റ്റിലുള്ള ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് പ്രസന്റിൽ അതിന്റെ അവസ്ഥ പറയുന്നു. ഉപയോഗിക്കുന്ന ടെൻസ് ഫോം ഇത്രയേ ഉള്ളൂ, ഹാസ് പ്ലസ് ഹാവ് പ്ലസ് V3.
ഐ ഹാവ് റിട്ടൺ മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് എഴുതിയിരിക്കുന്നു. ഹോംവർക്ക് എഴുതി കഴിഞ്ഞ് നേരത്തെയാണ്, ഇപ്പോഴും എഴുതി കഴിഞ്ഞ് അതേ പൊസിഷനിലാണ്. അതെൻ്റെ കൈവശമുണ്ട്. പ്രസന്റിൽ എൻ്റെ കൈവശമുണ്ട്. പ്രസന്റിൽ എൻ്റെ കൈവശമുണ്ട്. നേരത്തെ എഴുതിയതാണെങ്കിൽ ഇപ്പോഴും എൻ്റെ കൈവശമുണ്ട്. അതേ അവസ്ഥയിൽ ഉണ്ട്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് അതാണ്. ഐ ഹാവ് കംപ്ലീറ്റഡ് മൈ ഹോംവർക്ക്. ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രസന്റിൽ അത് എൻ്റെ കയ്യിലുണ്ട് എന്ന അർത്ഥമാണ്. അത് അങ്ങനെ ആ പൊസിഷനിൽ തന്നെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു. എഴുതി തീർന്നത് എപ്പോഴാണ്? പാസ്റ്റിലാണ്. അതായത് എളുപ്പം പറയുകയാണെങ്കിൽ ഇരിക്കുന്നു എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാറ്റിനും നമ്മൾ ഹാസ് ഓർ ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുക. അവൻ പാസ്സായിരിക്കുന്നു. ഹി ഹാസ് പാസ്ഡ്. അവൻ എക്സാം ജയിച്ചിരിക്കുന്നു. ഹി ഹാസ് പാസ്ഡ് ദ എക്സാം. ഹി ഹാസ് പാസ്ഡ്. ഹാസ് പ്ലസ് V3. അവർ പാട്ട് പാടിയിരിക്കുന്നു. ദേ ഹാവ്, അല്ലെ? ദേ ഹാവ്. ഹാസ് ഓർ ഹാവില് ഹാവ് പ്ലൂറലാണ്. ദേ ഹാവ് സങ് എ സോങ്. ഒരു പാട്ട് പാടിയിരിക്കുന്നു. പാട്ട് പാടി കഴിഞ്ഞിപ്പോഴേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. പ്രസന്റിൽ ഇപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഉണ്ട്. പാസ്റ്റിലാണ്. ഇപ്പോൾ കഴിഞ്ഞു പോയതാണ്. അപ്പോൾ പാസ്റ്റിനെയും പ്രസന്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ടെൻസാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് നമ്മൾ 5-6 സെന്റൻസുകൾ സ്വന്തമായിട്ട് എഴുതി നോക്കുക. അതിൻ്റെ അർത്ഥം വിശകലനം ചെയ്യുക. അന്നേരം നമുക്ക് ഇത് ഒരു പ്രശ്നവുമില്ലാതെ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ഇവ തമ്മിൽ ഉള്ള വ്യത്യാസം വളരെ ഒരു പ്രയാസവുമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള ഉറപ്പാണ്. ഗുഡ് ബൈ. താങ്ക് യു.